എല്ലാവരും എന്തൊക്കെ പറയുന്നു? ഞങ്ങൾ ഡേ 2 നമ്മളെവിടെ പോകാൻ പോണേ? ഞങ്ങൾ എങ്ങോട്ടൊക്കെ പോകാൻ പോവാണ്. ഇതിപ്പോൾ ഒരു പണി പാളി, നല്ല മഴയാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ലൊക്കേഷൻ മാറി രണ്ടാമത്തെ ലൊക്കേഷനിൽ പോകാം എന്ന് പ്ലാൻ ഇട്ടിരിക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചപ്പോൾ അതൊന്നും എടുത്തില്ല. പോർട്ട് മെറിയോൺ എന്നൊരു ഇറ്റാലിയൻ വില്ലേജിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇന്ന് നല്ല മഴയാണ്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് രാവിലെ നല്ല വ്യൂ ഒക്കെ കണ്ടില്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ടൊക്കെ ഉറങ്ങിയോ? അത് പറഞ്ഞില്ല, അത് ഇന്നലെ ഉറങ്ങിയോ? അന്നേരം ഉറങ്ങാൻ പറ്റുമോ? ഭയങ്കര കേൾക്കാം, ഉറക്കെ പറയൂ. ഉറങ്ങാൻ പറ്റത്തില്ല. എന്നാ പറ്റിയേ? കട്ടില് മാറി കിടന്ന് എങ്ങനെ ഉറങ്ങും? എന്നിട്ട് രാവിലെ 5 മണിക്ക് ഈ പുള്ളി സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു റീല്. രാവിലെ എണീറ്റ് നടക്കാൻ പോകാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാമില് രാവിലെ 6 മണിയാകുമ്പോൾ റെഡി ആയിട്ട് ഇരിക്കുക. കൊച്ചിനെ നോക്കിയാൽ ഒന്നും ചെയ്തില്ല. എന്നല്ലേ നിജാമാൻ, എന്റെ പാവൻ നിജാമാൻ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കി. സ്വന്തം ഭർത്താവ് പറഞ്ഞു കേട്ടോ അതിനെ കുറിച്ച്. നീ നൈസായിട്ട് എല്ലാം വളർക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതിലും തോന്നി കേട്ടോ. നൈസായിട്ട് നാളെ വന്നായിരിക്കും. ഇന്നിപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പരിപാടി നടന്നിട്ടില്ല. രാവിലത്തെ പ്ലാൻ പാളി. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് നമുക്കൊരു പരിപാടിയുണ്ട്, അതിനുവേണ്ടി പോകാനുള്ള മൂടൊക്കെ പിടിച്ചിരിക്കുന്നു. അപ്പോൾ പോകുന്ന കഴിയുമ്പോൾ പോകുമ്പോൾ കാണാം. എടുത്തോട്ടെ, ഫോട്ടോ എടുക്കുന്ന നമുക്കൊന്ന് കാണാം. ഓ, ഇഷ്ടപ്പെട്ടു. നിങ്ങളിത് കാണുക 40 കഴിഞ്ഞ തൈക്കളവും പ്രേമിക്കുന്നു. പ്രേമിക്കുമ്പോ നീയും ഞാനും. നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാണ്. നമ്മൾ ഇവിടുന്ന് നമ്മുടെ ലൊക്കേഷനോട്ട് പോവുകയാണ്. എന്തോ അബ്രുവേ എന്നെടുക്കുവാടാ. അപ്പോൾ ഗൈസ് ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു മണിക്കൂറുണ്ട്, 1 മണിക്കൂർ ജേർണിയുണ്ട്. മഴയൊക്കെ മാറി വെയിൽ തെളിഞ്ഞ് വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ കുട്ടി എടുത്തോട്ട് പോകുന്നത് അതുകൊണ്ട് പക്ഷെ കുഴപ്പമില്ല. ഉച്ച കഴിഞ്ഞ് വെയിലാണ് കാണിച്ചേക്കുന്നത്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നാളെ ഫുൾ ആക്ടിവിറ്റീസാണ്. നാളത്തെ കാര്യമാണ് പ്രശ്നം. നാളെ ഫുൾ മഴയാണ് കാണിച്ചേക്കുന്നത്. മഴ നനഞ്ഞ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടി വരുന്നു. ബീച്ച് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ബീച്ച് അടിപൊളി വ്യൂ ആണ്, നല്ല രസമാണ് കാണാൻ. ഇടയ്ക്ക് ഞങ്ങളൊന്ന് നിർത്തും, അടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി എവിടെയും ഒന്ന് കയറുന്നു കൊടുക്കുന്നു. അപ്പോൾ അങ്ങോട്ടേക്കാണ് ആദ്യമേ കഴിഞ്ഞിട്ട് വില്ലേജിലേക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ട് മഴക്കുണ്ടാക്കണോ? 2 മഴക്കുണ്ടാക്കണുണ്ടോ? വേമേ നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. കോട്ടെ ഞങ്ങൾ അൺപ്ലാൻഡ് ആയിട്ട് വന്ന സ്ഥലമാണ്. നല്ല കണ്ടിട്ട് നല്ല വൈബുള്ള സ്ഥലം തോന്നുന്നു. പ്ലാൻ ചെയ്ത് പോകുന്ന സ്ഥലമാണ്. അങ്ങോട്ട് പോകണം നടത്തിയിരിക്കണേ. ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ. ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട്, പല ഭാഷകളിലും എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ റേറ്റ്. 20 പൗണ്ടാണ് അഡൽട്ട്സിന്, അണ്ടർ 5 ഫ്രീ ആണ്. പിന്നെ ഫാമിലി ആയിട്ട് ഓരോ ടിക്കറ്റിന് ഓരോ റേറ്റുകളുണ്ട്. അപ്പോൾ ഇവരുടെ സൈറ്റിൽ കയറി നോക്കിയാൽ മതി. പോർട്ട് മെറിയൻ എന്ന സൈറ്റിൽ കയറി നോക്കിയാൽ മതി. ഇതിങ്ങനെ ഫുള്ള് വ്യാപിച്ച് കിടക്കുകയാണ് ഫുള്ള്. അബ്രു പട്ടിട്ട് കളിച്ചോണ്ടിരിക്കണം. പബ്ബാണ് പബ്ബോ. ഈ ഫോട്ടോയ്ക്ക് പോസ് എടുക്കുന്നു. ഓ എന്താ പോസിങ് അല്ലേ. ഇതുണ്ടോ ഇവരുടെ എൻട്രി കൊള്ളാം. എൻട്രി ടണലും ഉള്ളു അല്ലേ ഗൈസ്. ഇത് കൊള്ളാല്ലേ, നല്ല രസമുണ്ടല്ലേ ഈ സ്ഥലം. അവിടെ ഇരിക്കാം. വെള്ള ഇത് ഇറ്റാലിയൻ ആർക്കിടെക്ചറിൽ പണിത ഒരു വില്ലേജാ. ഇത് മുന്തിരിയാ കറക്റ്റാ. ഗ്രേപ്സ് ആയിരിക്കും കേട്ടോ. അല്ല ഗ്രേപ്സ് ആണെന്ന് തോന്നണം കേട്ടോ. ഒരു ഊഹം വെച്ചിട്ട് ഞാൻ പറഞ്ഞ ഇത് മുന്തിരിയുടെ ഇലയാന്ന് തോന്നണം കണ്ടിട്ട്. ആയിരിക്കും കേട്ടോ, എനിക്കറിയത്തില്ല.
ടൂർ ഓപ്പറേറ്റർ ഫാമിൽ ലേറ്റ് ആയി പോയല്ലോ. നിങ്ങൾ എവിടെയായിരുന്നു? ലേറ്റസ്റ്റ് ആ വന്നിറക്കെ ടൂർ ഓപ്പറേറ്റർ ഫാമിലിയും നടക്കാൻ മടിയുള്ളവർക്ക് പറ്റിയ സംഭവം. പാസ് കണ്ടിട്ട് ഇറങ്ങിയാൽ മതി. അല്ല ഓരോ ഫാമിലിയായിട്ട് കയറും. ഓരോ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ പാടായിരിക്കും. ഓരോരുത്തർ ഫാമിലിയായിട്ട് കയറും. അല്ലെങ്കിൽ ടിക്കറ്റ് കയ്യിലല്ലേ. അപ്പോൾ കൈസ് ഞങ്ങളിതേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏലിൻ്റെ മുമ്പിൽ ആദ്യം കണ്ണിപ്പെട്ടത് കണ്ടാ മറിഞ്ഞു വീഴോ, വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്ത. ഇതെന്താ ചേച്ചി ആ മാപ്പൊക്കെ വായിച്ചു നോക്കിയോ? ടൂർ ഓപ്പറേറ്റർ ഞങ്ങളെ നയിക്കൂ പ്ലീസ്. ഇന്നത്തെ ടൂർ ഓപ്പറേറ്റർ ആരത്? അത് ഇത് അതായോ നമ്മുടെ ലൊക്കേഷൻ അടുത്തകത്ത് കയറി. കൊള്ളാം, ഒരു പീസ്ഫുള്ളായിട്ടൊരു വില്ലേജാണ്. പ്രോപ്പറായിട്ട് ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അകത്തോടെ കയറ്റിയിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ മെയിൻ എൻട്രൻസിൽ നിന്ന് നമ്മൾ പേ ചെയ്ത് നേരെ മുമ്പോട്ട് നമ്മൾ കാണുന്നത് അതിമനോഹരമായ ഒരു കളർഫുൾ കുറച്ച് എന്താ പറയുക ബിൽഡിങ്സ് കാണാം. അവിടെ അവിടെ ചെറിയ റെസ്റ്റോറൻറ്റുകളും ഐസ്ക്രീം കോഫി ഷോപ്പൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ആ മാപ്പിൽ നോക്കണം. ആ ടിക്കറ്റ് എനിക്ക് വേണം എവിടെയെങ്കിലും കയറാൻ കാണിക്കേണ്ടി വരും ഇങ്ങോട്ടോ കയ്യിലുണ്ടെങ്കിൽ എടുത്ത് വെച്ചില്ലേ. നമുക്കൊരു സുവിനർ പോലെ എടുത്ത് വെക്കുകയും ചെയ്യാം. അറിയാം മാം, യുനോ നമ്മളിപ്പോൾ വരുന്ന വഴി തന്നെ തിരിച്ച് വരേണ്ടത്. അതെന്നത് വായിച്ചു നോക്കാം മാമോ. കണ്ടോ ഇപ്പോൾ സൈഡിൽ ഒരു ലേക്ക് വ്യൂവും ഒരു ലേക്കിൻ്റെ സൈഡിലാണ് ഈ വില്ലേജ് പണിതിരിക്കുന്നത്. കണ്ടോ കട്ടപ്പ തന്നെ ചില്ല് ചെയ്യുന്നു. ഭാര്യ ഇല്ലാത്തതുകൊണ്ട് പുള്ളി തന്നെ എൻജോയ് ചെയ്യാം. നല്ല അടിപൊളി മ്യൂസിക്കൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി സ്ഥലം. നല്ല രസമാണ്. പക്ഷെ ഇത് ആക്ച്വലി വെയിൽസിൽ എവിടെയാണ് നല്ല ലൊക്കേഷൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കാണുന്നൊരു സ്ഥലമാണോ എന്ന് വെച്ചാൽ അല്ല. ഞങ്ങൾ പല രീതിയിൽ തപ്പിയപ്പോൾ കിട്ടിയ ഒരു ലൊക്കേഷനാണ്. പക്ഷേ ഇറ്റ്സ് നൈസ്, ആക്ച്വലി ബ്യൂട്ടിഫുള്ളാണ്. ഇതൊരു ഇറ്റാലിയൻ വില്ലേജ് എന്നവർ പറഞ്ഞു. പക്ഷേ ഇത് ഇറ്റാലിയനിൽ ചില ഏരിയകളിലൊക്കെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ ഈ ഒരു സെറ്റപ്പ്. എനിക്ക് പ്രോപ്പർ ഇറ്റാലിയൻ വില്ലേജ് എന്ന് ഞാൻ പറയത്തൊന്നുമില്ല, എനിക്ക് അങ്ങനെ തോന്നിയില്ല. ചില ഏരിയകൾ അങ്ങനെ ആയിരിക്കും. കൊള്ളാല്ലേ? പക്ഷേ 2 മണിക്കൂർ ഇതിനകത്ത് 2 മണിക്കൂർ കാണാനുണ്ടോ എനിക്കറിയത്തില്ല. 2 മണിക്കൂറിനുള്ളിൽ തിരിച്ച് കയറണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. 2 hours ഈ ടിക്കറ്റിൻ്റെ ടൈമിങ് നമുക്ക് കിട്ടിയേക്കണേ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇങ്ങനെ കറങ്ങി തിരിച്ച് നടക്കുവാണ്. സംഭവം കണ്ടറിയാമേ, ഫ്രെയിംസുകൾ അങ്ങനെയുള്ള സ്ഥലമാക്കിയതാണ്. പക്ഷേ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ. വേറെ എഫോർട്ട് എടുത്ത് ചെയ്തേക്കുന്ന ഒരു സെറ്റപ്പ് ലൊക്കേഷനാണത്. ഇത് ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളും ആൻറ്റിക് ഷോപ്പുകളും അതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നല്ല ഐസ്ക്രീം ഷോപ്പ്, റെസ്റ്റോറൻറ്റുകളൊക്കെ അതെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇങ്ങനെ ആളുകൾ വന്ന് പീസ്ഫുള്ളായിട്ട് വന്ന് ഇങ്ങനെ ചില്ല് ചെയ്ത് അങ്ങോട്ടൊക്കെ ഒത്തിരി കണക്കുണ്ട്. മലയിലൊക്കെ പോകാനുണ്ടെന്ന് എനിക്ക് തോന്നേ. നമ്മുടെ കൂടെയുള്ള ആളുകളെ കാണാനില്ല. അത് ഷോർട്ട് കട്ട് ചാടി അപ്പുറം വേറെ സംശയമുണ്ട്. നമുക്ക് നോക്കാം അവരൊക്കെ എവിടെയാണെന്നുള്ളത്. പോട്ട് ജാം അങ്ങനെ ഓരോ ഫുഡും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഞങ്ങളൊരു ലക്ഷ്യമില്ല, ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഞങ്ങളുടെ കൂടെയുള്ളവർ വേറെ ഇതിലേക്ക് പോയിട്ടുണ്ട്. ഇനി അവരെ തപ്പിപ്പിടിക്കണം. മൊത്തത്തിൽ ഒരു അടിപൊളി വൈബുള്ള സ്ഥലം തന്നെ.
നമ്മൾ വഴി മാറിപ്പോയോ? അവരപ്പുറത്താ. ഇത് കൊള്ളല്ലോ കാണാൻ. പിന്നെ അതാ ചോദ്യാ. നിങ്ങളെ കാണാത്തോണ്ട് ഞങ്ങൾ മാത്രം എടുത്തു ഫോട്ടോ. നിങ്ങളുടെ ആഹാ അതിനാട്ടപ്പം എനിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തില്ല. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്താൽ നിങ്ങൾ തന്നെ ഫോട്ടോ എടുത്തല്ലേ? ഇവിടെ പിള്ളേരൊക്കെ ഇങ്ങനെ ചെസ് പോലെ കളിക്കുന്നു. ചേട്ടാ ചെസ് കളിക്കാൻ അറിയാം ചേട്ടാ? ചുമ്മാ അങ്ങോട്ട് കൊണ്ട് നീക്കി കളിക്കും. അത് ഇവിടേക്കൊന്നും അറിയാൻ പോലും വേണം നമ്മളൊക്കെ. ചേട്ടാ ചേട്ടാ ഇത് രസമുണ്ടല്ലോ കാണാൻ. നല്ല നല്ല കളർഫുൾ സ്ഥലം കാണാൻ മൊത്തത്തിൽ നല്ല വൈബാണ്. ഇത് കൊണ്ട് എന്നെ അപ്പുറം അവർ ഒഴിവാക്കിയിട്ട് അവർ ഭയങ്കര ഫോട്ടോ എടുപ്പാണ്. ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നെ അപ്പുറം നൈസായിട്ട് ഒഴിവാക്കിയില്ല നിങ്ങൾ. എന്നെ അപ്പുറം ഒഴിവാക്കി. ഓ സെറ്റപ്പ് ആണല്ലോടി. അനങ്ങാതെ നിൽക്കുവാണേ. ഫോട്ടോ എന്തൊക്കെ കണ്ടല്ലേ. തീരെ ഉള്ള നല്ല സുണ്ടറാണ്. ഈ സ്ഥലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കിടില സ്ഥലമാണ്. 1916 ഇതുണ്ടായ. ഓക്കെ 1916 ഉണ്ടാക്കിയതാണ്, പണിതാണ്. ഇത് ശരിക്കും പറഞ്ഞാലേ മാൻമേഡ്. ഇവിടെ റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ട് കണ്ടില്ലേ റിസോർട്ടുകൾ. ഏത്? അത് വെയിൽസിന്റെ ഫ്ലാഗ്. ഇറ്റാലിയൻ ഫ്ലാഗ് ഇന്ത്യൻ ഫ്ലാഗിന്റെ ഒരു ഓപ്പോസിറ്റ് വേർഷനായിട്ട് ഇരിക്കും. ഇവിടെ നല്ല അടിപൊളി മറ്റേതാണല്ലോ. പൂള്. ഇവിടെ റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫ്രൈ ആണെങ്കിൽ ലൈഫിൽ ഒരു തവണയെങ്കിലും വരിക കാണുക, എൻജോയ് ചെയ്യുക. വെയിൽസിന്റെ ഫ്ലാഗ് കണ്ടുകൊണ്ട് വെയിൽസ് എന്നിട്ട് എൻ്റെ ഇറ്റാലിയൻ ഫ്ലാഗ് ആണെന്ന് വെച്ച ടീമാണ്. കഴിഞ്ഞ ദിവസം ബിആറിന്റെ പരീക്ഷ എഴുതുള്ളൂ. ആ പുള്ളിയാണ് എന്നോട് വെക്കണത് ഇത് ഇറ്റാലിയുടെ ഫ്ലാഗ് ആണെന്ന്. നിങ്ങൾ അംഗീകരിച്ച്. പിന്നെ ഇവിടെ ഒരു ബോട്ട് കിടപ്പുണ്ട്. ബോട്ട് ആൾക്കാർക്കെല്ലാം കയറി ഇതിനകത്ത് ഫോട്ടോ എടുക്കാനും ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ എവിടെയാണെന്നറിയോ? ബോട്ടേ നമ്മൾ ബോട്ടേ കയറി നിൽക്കുക. ബോട്ടേൽ എല്ലാം നടക്കണം നമ്മൾ. നാളെ കംപ്ലീറ്റ് തിരക്ക്, ബിസി ഡേ ആയിപ്പോയി. അപ്പൊ റോളർ കോസ്റ്റോ ട്രെയിൻ വൈകുന്നേരം. അപ്പോൾ ഇതിങ്ങനെ വ്യാപിച്ച് കിടക്കുക മൊത്തത്തിൽ. പഴയപുറത്തെ രാജാവാണോ കേട്ടോ ഇരിക്കുന്നത്? രാജാവാണ്. ഈ പുള്ളിയാണിത് പണത്. ആ വില്ലേജിൻ്റെ സെറ്റപ്പ് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറിയപ്പോഴത്തേ ഒരു കാട് പോലെ സെറ്റപ്പ്. അങ്ങനെ കാട് വന്നു. ഞാൻ തിരിച്ചു പോരുമോ? ഞാൻ റിയ അവിടെ ഇരിക്കുക. റിയ പോകുന്നില്ല. കാറ്റെന്ന് പറഞ്ഞാൽ എലി വന്നില്ല. ഞാൻ വന്ന വഴിയാണ് പോണേ.
അപ്പോൾ അവരെല്ലാം അങ്ങോട്ട് നടന്നപ്പോൾ ഞാൻ തിരിച്ച് റിയയുടെ അടുത്തോട്ട് പോകുക. റിയയും ഏലിയൊക്കെ ഇങ്ങോട്ട് പോകുന്നില്ല, അവിടെ ഭയങ്കര കാറ്റാന്ന് പറഞ്ഞാൽ ഏലിയുടെ വഴക്കുണ്ടാകുക. അപ്പോൾ പിന്നെ ഞാൻ പോയി തിരിച്ച് അവരുടെ അടുത്തോട്ട് പോവുകയാണ്. റീൽസ് എടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന തരണിമണികൾ കണ്ടത്, റീൽസ് എടുക്കാൻ വേണ്ടി തയ്യാറായി കണ്ടു. റീൽസ് എടുക്കാൻ അല്ല വീഡിയോ എടുക്കണ്ടേ? പ്രാക്ടീസ് ആണോ? ഓ എൻ്റെ ഒരു തലവേദനയാണോ? വലത്തേക്കാല്. ഓ ഓ തലവേദനയാണോ കേട്ടോ? എൻ്റെ പൊന്നെ എന്തൊക്കെ അവസ്ഥയല്ലേ. ചേച്ചി പിന്നെ മോണിക്ക കളിക്കണ ചേച്ചിക്ക് അത് പാട്. മോണിക്കായിരുന്നു കളിക്കായിരുന്നു. ഓ അതെ ഗൈസ്, നമ്മൾ പോർട്ട് മാരിയനിൽ നിന്ന് നമ്മൾ പുറത്ത് പോയാണ്. പോർട്ട് മാരിയനിൽ നമ്മൾ തിരിച്ചിറങ്ങിയാണ്. ഇവിടെ നിന്ന് അടുത്തൊരു ലൊക്കേഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നടക്കുവാണെങ്കിൽ അതും കാണാം. എലിമാർത്തയും ഗ്യാങ്സും ഇവിടെ ചില്ല് ചെയ്യുന്നു. എലിമാർത്ത നമ്മൾ ഇവിടെ നിന്ന് പോകും. നാളെ രാവിലെ നമുക്ക് 2 പരിപാടികളുണ്ട്. ഒന്ന് മൗണ്ടൻ ട്രെയിലിൻ്റെ പരിപാടികളും പിന്നെ കുറച്ച് ആക്ടിവിറ്റീസും മറ്റേ എന്നാ കോളർ കോസ്റ്റോ നമുക്ക് സംഭവമാണ്. ഞാനത് ഇതിൻ്റെ പേരുണ്ട് സത്യം പറഞ്ഞാൽ. ഫോറസ്റ്റ് കോസ്റ്റർ. ടൂർ ഓപ്പറേറ്ററിൻ്റെ വർത്താനം കണ്ടിരിക്കുന്നുണ്ടോ? അടുത്ത ദിവസം ടൂർ ഓപ്പറേറ്ററിൻ്റെ ഡാൻസ് ഉണ്ട്. ഞാനപ്പോൾ അതിൻ്റെ വീഡിയോ കിട്ടുമ്പോൾ ലിങ്ക് ചെയ്യണ്ട. അടുത്ത ദിവസം ഓണപ്പരിപാടിക്ക് മോണിക്ക ഡാൻസ് കളിക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് കളിക്കുന്നത് തിരിഞ്ഞൊടിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഇപ്പോഴും അതിൻ്റെ നടന്ന് റെഡിയായിട്ടില്ല പറഞ്ഞു. ഈ ഡാൻസ് കളിച്ചോ? റീലേ കഴിഞ്ഞോ? ബാക്കി എപ്പോഴാണ് കളിക്കണേ? കഴിഞ്ഞാ? ഓ നോ. അപ്പം റീലും ഉണ്ടാവും. അടുത്ത റീല് പ്ലാൻ ചെയ്യണോ? പണ്ട് നമ്മൾ എന്തോ റീൽ എടുക്കുവായിരുന്നു. നമ്മളിപ്പോൾ ഒന്നും എടുക്കുന്നില്ല. ഇപ്പൊ ഞാനിപ്പോ സന്തായമായി. ഞാൻ റീൽ എടുക്കുന്നില്ല. ഞാൻ നേരെ എന്താ റീൽ എടുക്കുന്നത്? എന്റെ മനസ്സ് ഇപ്പോഴും കുഞ്ഞാ, പിന്നെ എന്നെ ചെയ്യണേ? ഞാൻ നിർത്തി. എന്റെ മനസ്സ് പറഞ്ഞിട്ട് ഈ പിള്ളേരെ രാവിലെ തൊട്ട് വൈകിട്ട് എല്ലാ ദിവസം നോക്കി. കാരണം ഞാൻ ആ ആഴ്ച 2 ദിവസം 3 ദിവസം ഡ്യൂട്ടി പോകുള്ളൂ. ബാക്കി എല്ലാ ദിവസം ഫ്രീ ആയിട്ട് ഡ്യൂട്ടി. അപ്പോൾ കൂടുതൽ ദിവസം പിള്ളേരെ നോക്കുന്നത് ഞാനാ. അപ്പം പിള്ളേരെ നോക്കി തന്തയിലൂടെ എത്തി. ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ നിൽക്കുന്നില്ലേ? പണ്ട് ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കുമായിരുന്നു. ഞാൻ ഫോട്ടോ എടുക്കാൻ പോലും പോകുന്നില്ലേ? പിള്ളേർ വലുതായിട്ടാണ് നിങ്ങളൊക്കെ ചേച്ചി ലാവനൊക്കെ നടക്കുന്ന പോലെ. ഓ ആണ്ടേ എന്നെ സ്റ്റൈൽ പോസിങ് ഒക്കെ അല്ലേ? ദൈവമേ, ഞങ്ങളുടെ ഏഴിന് മണിമുത്തതിന്റെ പോസിങ് ഒക്കെ ഉണ്ടോ? നിജാമോനില്ലാതെ ഈ ഫോട്ടോ എടുക്കുന്നത് ശരിയല്ല കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സോനിയേഴ്സ് ഉണ്ട്. ബുദ്ധി സ്ഥലമില്ല. ഞങ്ങളതുകൊണ്ട് ഇപ്പം ഒരു രാജ്യത്ത് നിന്ന് ഒരെണ്ണം മേടിക്കുന്നുള്ളൂ. നോർത്ത് ഇല്ല, മേടിക്കാൻ മേടിച്ചു. എന്നാ വില വെച്ചത്? 3 ഇപ്പൊ ഇതാക്കാൻ ആനാണോ? ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ. നമ്മളേലി നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത ലൊക്കേഷൻ ചെന്നിട്ട് കാണാം. അടിപൊളിയൊരു സ്ഥലമാണ്. ഒരു 2.5 hour നമുക്ക് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ എല്ലാവരും നോർത്ത് ഹിൽസ് വരുന്നതാണ്. പോർട്ട് മോറിയൻ എന്നതിൻ്റെ പേര്. അപ്പോൾ എന്തായാലും വരിക, നൈസാണ്.
ഞങ്ങളങ്ങനെ അടുത്ത ലൊക്കേഷനിലെത്തി. ഇതിൻ്റെ പേര് ഞാൻ ചോദിച്ചിട്ട് പറയാം. ഞങ്ങളിത് ഇവിടെ എത്തി. ഇതിന്റെ പേരെന്നാ ചേട്ടാ ശരിക്കും പറഞ്ഞ? വെൽഷ് ലാംഗ്വേജിൽ പ്രൊണൗൺസിയേഷൻ കാരണം ഞങ്ങൾക്ക് അത് മര്യാദയ്ക്ക് വായിക്കാൻ പറ്റുന്നില്ല. ലണ്ടലുണ്ടു അല്ല, സ്റ്റോളർ നിർത്തിയാൽ അബ്രു അപ്പം കരയും. സ്റ്റോളർ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കണം. നമ്മുടെ കൂടെയുള്ള ബാക്കി ടീംസിലൊന്നും കാണാനില്ല, ഞങ്ങൾ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. ഇവിടെ എന്തോ മെയിൻ്റനൻസ് പണിയോ കാര്യങ്ങളാണ് നടക്കുമെന്ന് തോന്നുന്നു. ഇതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഞങ്ങൾ പറയുന്നത് പ്രൊണൗൺസിയേഷൻ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ലണ്ടൻ ഓപ്പിയർ എന്നാട്ടോ, ലണ്ടൻ ഓപ്പിയർ. ഗൂഗിൾ പറഞ്ഞിരിക്കുന്നത് ലണ്ടൻ ഓപ്പിയർ എന്നാണ്. അടുത്ത ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് പിള്ളേർക്കുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെയാണ്. ഒരു പാലം ഇങ്ങനെ കടലിൻ്റെ നടുക്കോട്ട് ഇങ്ങനെ ഇത് ചെയ്തേക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് കയറി. ഇതിവിടെ ഇങ്ങനെ ഒരു വാക്ക് വേ ആണ്. ഒരു ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഫുള്ള് ലോങ് വാക്ക് വേ. നല്ല പിള്ളേർക്ക് കുറേ ആക്ടിവിറ്റീസും ഗെയിംസൊക്കെ ഉള്ള നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിക്കോണം. നല്ല റിഫ്രഷിംഗ് ആണ്. എലിമാർത്ത ദാഹശമനം അടിക്കുക. എന്താ നല്ല രസം കുടിക്കാൻ. എന്നാ സുഖമാണെന്ന് അറിയോ? ഞാൻ നോക്കിയിട്ട് കോഫിനേക്കാൾ നല്ലതായിരുന്നു. എലി മട്ടറി അതെ നീ കുടിക്കണം. ഞാൻ ചോദിച്ചപ്പോൾ നിനക്ക് വേണ്ടെന്ന് പറഞ്ഞു. നീ തരത്തില്ല. ബീറല്ലേ ഏലി പാടി ഇങ്ങനെ കിടക്കുമല്ലേ? ഇവിടെ കുറേ സംഭവം ആക്ടിവിറ്റീസും ഗെയിംസും ഉണ്ട്. നീ കേട്ടോ, എനിക്ക് നിങ്ങളുടെ സാധനം താല്പര്യമൊന്നുമില്ല. ഓ എന്ത് സ്നേഹമുള്ള ഭാര്യ. ഭർത്താവിനെ ഷൂ ലൈസൊക്കെ കെട്ടി കൊടുക്കുന്നത് എന്നാ വേണം? ഉത്തമ ഭാര്യ. ഇതെങ്ങനെ? ഇത് പുള്ളി കമ്പി കൊണ്ട് ഉണ്ടാക്കുമല്ലേ? ഹാൻഡ്മെയ്ഡ് കമ്പി കൊണ്ട് ഉണ്ടാക്കിയത്. രാമജു പറയൂ, എന്താണ് പറയണത്? അതേ നിക്കണ്ട, അവിടെ നിന്നാ കാശ് ചെലവാ. അത് മാത്രം എനിക്ക് പറയാനുള്ളത്. എക്സ്പെൻസീവ് ഏരിയ. ഇങ്ങനെ കടലിലേക്ക് ഇറങ്ങിയ കടലപ്പം ഇവിടെ ആൾക്കാർ ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. എലിമാർത്തയൊക്കെ എന്ത് ചെയ്യാവോ? ആണല്ലോ. ഈ സ്ഥലത്തിന്റെ പേര് നിങ്ങൾ കൃത്യത പറയണം. ആ പറ. അങ്ങനെയല്ല പറഞ്ഞ ചേട്ടൻ പറയട്ടാ. ആ കറക്റ്റ് കറക്റ്റ്. ഗൈസ് ഇവിടെ കുറേ റൈഡുണ്ട് ഇതുപോലത്തെ. അപ്പം ഞാൻ ഏലിക്ക് കാറൊക്കെ കയറണമെന്ന് പറഞ്ഞു. ഏലിനെ കൊണ്ട് കാറൊക്കെ കയറാൻ വേണ്ടി പോവുകയാണ്. നമ്മളോട് കയറിയോ? മാറുന്ന പ്ലാൻ മാറ്റി. ഏലിമാരുടെ കയറണ്ടേ? ഞങ്ങളുടെ അബ്രുവിനെ കയറി. ഞാൻ പേ ചെയ്തല്ലേ, കാരണം അബ്രുവിനെ കയറി. ആണോ? നിക്ക്. സോ ഏലിമാർ ഞങ്ങളെ പറ്റിച്ച്. നീ കാറെ കയറുന്നില്ലല്ലോ. ഞാൻ ആർക്കും കൊടുക്കാം. ആ പിള്ളേർക്ക് ആർക്കും കൊടുക്കാം. എലി ട്രെയിനിൽ പോകുന്നുണ്ടോ? വേണ്ടോ? ബേബീസൊക്കെ ഇരിക്കുന്നുണ്ടോ? എലി കയറുന്നുണ്ടോ? എലി ഈ കാർ കയറുന്നുണ്ടോ? മിക്കി മൗസിൻ്റെ കാറുണ്ട്. ഇത് കയറുന്നുണ്ടോ? പ്രിൻസസിൻ്റെ കാറുണ്ട്. കയറുന്നുണ്ടോ? കയറുന്നുണ്ടോ? ഇല്ല. ഇന്ന് പ്രിൻസസിന്റെ കാറിലാണ് കയറിയേക്കണേ.
എലി പറ പിപ്പി. ആദ്യം ഞങ്ങൾ കയറണ്ടെന്ന് പറഞ്ഞ് പൈസ ഞങ്ങൾക്ക് പൈസ കൊടുക്കും. ബൈ. ഇപ്പൊ കഴിയും. ബൈ. എലി എലി എഴുതി കഴിയുമ്പോൾ ഐസ്ക്രീം മേടിച്ചു തരാം. അപ്പോൾ എടുത്ത് സ്മാർട്ട് എടുക്കുമ്പോ അയ്യേ ഗായ്സ് എലിമാരുടെ കാര്യം അയ്യയ്യേ. ഏരിയ കയറ്റിട്ട് ഏരി കരഞ്ഞാണോ നിങ്ങൾ? അയ്യോ എനിക്ക് പേടിയാണേ. ഇവള് പറഞ്ഞ് ഞാൻ അവിടെ പോയി പൈസ കൊടുത്ത് കയറി കഴിയുമ്പോൾ അവൾക്ക് അത് വേണ്ട. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഇത് കയറണം പറഞ്ഞു. കയറി കഴിഞ്ഞപ്പോൾ ഒറ്റ കരച്ചില്ലേ. അയ്യോ എനിക്ക് പേടിയാ. അയ്യോ പേടിയാണേ. ചെയ്യാമേ അടക്കോ. കൊള്ളാം. ഈവനിങ് ചില്ലിങ് ഒക്കെ പറ്റുന്നല്ല. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കത്തിയൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ആകുമ്പോൾ നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആകുമ്പോൾ റേറ്റ് വരും. ഉണ്ട്. കിട്ടിയോ? കഴിച്ചോ. ഈ പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ഒക്കെ കിട്ടും അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടികൾ ഇതൊക്കെയാണ്. നമ്മൾ ഈ പാലത്തിൽ കൂടെ ഇങ്ങനെ ചില്ല് ചെയ്ത് അങ്ങ് പോകുക. വേറെ പരിപാടികളൊന്നുമില്ല. ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ല രസമുണ്ട്. മൊത്തത്തിൽ അവിടെ ഒരു വിൻമിൽസ് കാണാം. ഇവിടെ കുറച്ച് പോയത് അവിടെ പായക്കപ്പലിൽ പോകുന്നു. പിന്നെ കുറച്ചൊരു ഇതേ വരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കുട്ടി വീഡിയോ നമ്മൾ അവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അറിയാമേ ഇനി വേറെ പരിപാടിയൊന്നുമില്ലല്ലോ. നമ്മൾ ഇവിടുന്ന് നേരെ വീട്ടിലോട്ട് പോകുന്നു, ചില്ല് ചെയ്യുന്നു. പിന്നെ നാളെ രാവിലെ നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ട് അടിക്കുന്നു. പിന്നെ നാളെ നമ്മൾ സിപ്പ് ലൈനും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ ബൈ. ബൈ പറ.